ശരണമന്ത്ര മുഖരിതമായ സായം സന്ധ്യയിൽ ശബരിമലയിൽ ശബരീശന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു. 6:45 നടന്ന ദീപാരാധന വേളയിൽ തിരുമുറ്റവും സന്നിധാനവും 10,000-കണക്കിന് തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഹരിഹരസുതനേ എന്നയ്യ നിന്റെ അരമന മുറ്റത്തു വന്നു നിന്നു. അരിമണി കൊണ്ടു നിൻ അരികിൽ നേദിച്ചുറ അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു. ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു. ഹരിഹരസുതനേ എന്നയ്യ നിന്റെ അരമന മുറ്റത്തു വന്നു നിന്നു. അരിമണി കൊണ്ടു നിൻ അരികിൽ നേദിച്ചൊര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു. ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു. വൈകുന്നേരം 3:30 പമ്പയിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി 5 ശരംകുത്തിയിലെത്തി. ശരംകുത്തിയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്രയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ OG ബിജു, സോപാനം സ്പെഷ്യൽ ഓഫീസർ അരവിന്ദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ച സന്നിധാനത്തേക്ക് ആനയിച്ചു. 18ാം പടി കയറി കൊടിമരച്ചുവട്ടിലെത്തിയ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് മന്ത്രി കെ രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗങ്ങളായ A അജികുമാർ, G സുന്ദരേശൻ, സ്പെഷ്യൽ കമ്മീഷണർ M മനോജ്, ദേവസ്വം കമ്മീഷണർ CN രാമൻ, ചീഫ് എഞ്ചിനീയർ അജിത് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ച സോപാനത്തേക്ക് ആനയിച്ചു. തുടർന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിലിന് ഉള്ളിലേക്ക് കൊണ്ടുപോയി. 6:30 ശബരീശ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യനെ ദർശിച്ച് സായുജ്യമടഞ്ഞ ഭക്തർ മലയിറങ്ങി. 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് സമാപ്തി കുറിച്ച് ബുധനാഴ്ച രാവിലെ 10:30-നും 11:30-നും ഇടയിൽ മണ്ഡലപൂജ നടക്കും. മണ്ഡലപൂജയോടനുബന്ധിച്ച് രാവിലെ 9:45 വരെ മാത്രമേ ഭക്തർക്ക് നെയ്യഭിഷേകത്തിന് അനുമതിയുള്ളൂ. രാത്രി 11-ന് അടയ്ക്കുന്ന ക്ഷേത്രനട ഡിസംബർ 30-ന് വൈകുന്നേരം 5-ന് മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും തുറക്കും.